ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ക്യൂട്ട് കേക്കിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ വന്നിട്ട് ചോക്കോ വെൽവെറ്റ് കേക്കാണിത്. കസ്റ്റമർ ഓൾറെഡി അയച്ചു തന്നിട്ടുള്ള ഒരു ഫോട്ടോ ബേസ് ചെയ്തിട്ടാണ് ഈ കേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കേക്കിൻ്റെ വർക്കൊന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഒരു ചോക്ലേറ്റ് സ്പഞ്ചും റെഡ് വെൽവെറ്റിൻ്റെ സ്പഞ്ചും ഓൾറെഡി മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ ഫില്ലിങ്സിന് വേണ്ടിയിട്ട് നമുക്ക് ചോക്ലേറ്റ് ഗനാഷും വൈറ്റ് ഗനാഷും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചോക്കോ വെൽവെറ്റില്ല, അതുകൊണ്ടാണ് ചോക്ലേറ്റ് ഗനാഷും വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി അതിലേക്ക് ഫില്ലിങ്സിന് വേണ്ടിയിട്ട് തന്നെ ചോക്കോ ചിപ്സും എടുത്തിട്ടുണ്ട്. ഷുഗർ സിറപ്പായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് മിൽക്ക് മെയ്ഡും മിൽക്കും ചേർത്തിട്ടുള്ള സിറപ്പാണ്. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്ന കാര്യം ഞാൻ പറയണ്ടല്ലോ, ആദ്യം മുന്നേ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് പോയി കാണണേ. ആ ഒരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വിപ്പിംഗ് ക്രീം എങ്ങനെ ബീറ്റ് ചെയ്യുക, എങ്ങനെ സ്റ്റിഫാക്കിയെടുക്കുക എന്നുള്ള ടിപ്സൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് പോയി കാണണേ. അതിലെന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. ഇനി നമുക്ക് ആദ്യം സ്പഞ്ച് വെറ്റ് ചെയ്തെടുക്കാം. ആദ്യം വെച്ച് കൊടുക്കുന്നത് ചോക്ലേറ്റ് സ്പഞ്ചാണ്. അത് നമുക്ക് നന്നായിട്ട് ഷുഗർ സിറപ്പിലൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ ടോപ്പിലായിട്ട് ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കാം. ക്രീം ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരേ ലെവലിൽ വേണം ക്രീം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കേക്കിന് ചെരിയാൻ ചാൻസ് കൂടുതലാണ്. ക്രീം എല്ലായിടത്തും നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ടോപ്പിലായിട്ട് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുക്കാം. ചോക്ലേറ്റ് സ്പഞ്ചാണ് ആദ്യം വെച്ച് കൊടുത്തതുണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് ചോക്ലേറ്റ് ഗനാഷാണ് ആദ്യം യൂസ് ചെയ്യേണ്ടത്. ഞാനിവിടെ ഈ കേക്കിന് 2 ലെയർ ചോക്ലേറ്റ് സ്പഞ്ചും 1 ലെയർ റെഡ് വെൽവെറ്റ് സ്പഞ്ചാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ചോക്ലേറ്റ് ഗനാഷ് ഇനി നമുക്ക് എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പിലായിട്ട് ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുക്കാം. ഒരു ക്രഞ്ചി ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചോക്ലേറ്റ് ചിപ്സ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ സ്പഞ്ച് വെച്ച് കൊടുക്കാം. ചോക്ലേറ്റ് സ്പഞ്ചിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. റെഡ് വെൽവെറ്റിൻ്റെ സ്പഞ്ചിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് ഞാൻ അതിന് മറുപടി നൽകിയിരിക്കും. ഈ ഇതിനും നമുക്ക് നേരത്തെ പോലെ തന്നെ ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ടോപ്പിലായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് ഇതിൻ്റെ ടോപ്പിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഏറ്റവും ലാസ്റ്റ് ലെയർ ആയിട്ടുള്ള ചോക്ലേറ്റ് സ്പഞ്ച് നമുക്ക് വീണ്ടും വെച്ച് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഫൈനൽ കോട്ട് ചെയ്ത് കൊടുക്കാം. കേക്ക് എപ്പോഴും ക്രം കോട്ട് ചെയ്യുന്നതിന് മുൻപ് കേക്ക് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഏതെങ്കിലും പോർഷൻ ബൾജ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കേക്ക് ഒന്ന് ലെവൽ ചെയ്തെടുക്കണം. എങ്കിലേ കേക്ക് ഫിനിഷിങ് ചെയ്യുമ്പോൾ ഒരു വൃത്തിക്ക് ഉണ്ടായിരിക്കുള്ളൂ. ഞാനിവിടെ കേക്ക് ബൾജ് ചെയ്ത് നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്ത് ഒന്ന് കൂളാൻ വേണ്ടിയിട്ട് കേക്ക് ഫ്രിഡ്ജിലൊന്ന് വെച്ച് കൊടുക്കണം. ഇനി നമുക്കിത് ഫൈനലൈസിങ് ചെയ്ത് കൊടുക്കാം. 3 കളർ ക്രീം വെച്ചിട്ടാണ് ഇതിൻ്റെ ഫൈനലൈസിങ് ചെയ്യുന്നത്.
ലൈറ്റ് കളറാണ് ടോപ്പിൽ വരുന്നത് കൊണ്ട് തന്നെ ഞാൻ ടോപ്പിൽ നിന്നാണ് ക്രീം ഐസിങ് ചെയ്ത് തുടങ്ങുന്നത്. സൈഡ് പോർഷൻ ഐസിങ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസിങ് പാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ പാലറ്റ് നൈഫ് വെച്ചിട്ട് തന്നെയാണ് ഐസിങ് ചെയ്യുന്നത്. ഐസിങ് ബാഗ് യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ഐസിങ് ബാഗ് വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി. കസ്റ്റമർ ഓൾറെഡി അയച്ചു തന്നിട്ടുള്ള ഫോട്ടോയുടെ റെഫറൻസ് പിക്ക് വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ടോപ്പ് പോർഷനിൽ ലൈറ്റ് യെല്ലോ കളറും സെൻറ്ററിൽ ലൈറ്റ് പിങ്ക് കളറും ഏറ്റവും ബോട്ടം പോർഷനിൽ ഡാർക്ക് പിങ്ക് കളറുമാണ് ഈ കേക്കിന് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഐസിങ് ചെയ്തെടുക്കാം. കളർ വെച്ചിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ക്രേപ്പർ വെച്ച് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കണം. ഐസിങ് ചെയ്തെടുക്കുമ്പോൾ സ്ക്രേപ്പർ ജസ്റ്റ് ഒന്ന് കേക്കിൽ ടച്ച് ചെയ്യാനേ പാടുള്ളൂ. മൂവ് ചെയ്യേണ്ടത് നിങ്ങളുടെ ടേൺ ടേബിളാണ്. അതെപ്പോഴും ശ്രദ്ധിക്കണേ. ഞാനിവിടെ കേക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. സൈഡ് പോർഷൻ ഫിനിഷിങ് ചെയ്തെടുത്തതിന് ശേഷമാണ് ടോപ്പ് പോർഷൻ ഫിനിഷിങ് ചെയ്തെടുക്കുന്നത്. ഐസിങ് ചെയ്തതിന് ശേഷം ഞാൻ കേക്കൊന്ന് കൂൾ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് ഇനി ഇതിൻ്റെ ടോപ്പിലായിട്ട് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുക്കാനുണ്ട്. വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിൽ പിങ്ക് കളർ ചേർത്തിട്ടാണ് ഞാൻ ഈ ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കിയിട്ടുള്ളത്. 2:1 എന്ന റേഷ്യോയിലാണ് ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീം ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു റേഷ്യോയിൽ നിങ്ങളെടുത്തിട്ട് ഇങ്ങനെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയിട്ട് ഡ്രിപ്പ് ചെയ്താൽ മതി. വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിൻ്റെ റെസിപ്പി വേണ്ടവരും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. ഗനാഷ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഡ്രിപ്പിംഗ് മെത്തേഡിലാണ് ഈ ഒരു കേക്കിൻ്റെ ഡിസൈൻ വരുന്നത്. തണുത്ത കേക്കിൻ്റെ മുകളിൽ ലൈറ്റ് ചൂടിലാണ് ഗനാഷ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അങ്ങനെ ആകുമ്പോൾ മാത്രമേ ഗനാഷ് ഒരു പെർഫെക്ഷനിൽ കിട്ടുകയുള്ളൂ. ഗനാഷ് ഞാനിവിടെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്കിൽ ബാക്കി വർക്കുകൾ ചെയ്തെടുക്കാം.
ഇനി നേരത്തെ കസ്റ്റമർ പറഞ്ഞതുപോലെ കേക്കിൻ്റെ ബോട്ടം പോർഷനിൽ ഞാൻ ഷുഗർ ബോൾസും സ്പ്രിങ്കിൾസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ ബാക്കി ഫൈനൽ വർക്കും കൂടി ചെയ്ത് തീർക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. കേക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിലും അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ ഇങ്ങനത്തെ കുക്കിംഗ് റിലേറ്റഡ് വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോവല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.